ബീഹാർ തോൽവിയിൽ ചോദ്യങ്ങളോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷം പെട്ടെന്ന് മടങ്ങുകയായിരുന്നു രാഹുൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും ചേർന്ന വൻ അട്ടിമറി നടത്തിയെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയമെന്നും തോൽവി പരിശോധിക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിനുശേഷം ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. ഇന്നത്തെ യോഗശേഷം മടങ്ങുകയാണ്. മിണ്ടാതെ പോകുന്നു. അത് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ അതൊരു ഘടകമാണ് എന്ന് തന്നെ വേണ്ടേ കരുതാൻ. അതിനുശേഷം പ്രതികരിച്ചത് KC വേണുഗോപാലാണല്ലോ. സ്മൃതി, ഞാനിപ്പോഴുള്ളത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ്. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ചർച്ചയാണ് ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഒക്കെ ഉൾപ്പെട്ട് നടന്നത്. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് ബീഹാറിൽ നടന്നത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി ബീഹാറിൽ നടത്തി എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുകയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യം ഇനി യോഗം ചേർന്ന് ഇത് വിലയിരുത്തും എന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധി എന്തെങ്കിലും പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന രൂപത്തിൽ തന്നെയാണ് ചർച്ചകൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ പിളർത്താൻ BJP ശ്രമം നടത്തി. അതുപോലെ തന്നെ RJDയെ തളർത്താനായി യാദവ് വോട്ടുകൾ പിളർത്താനുള്ള നീക്കങ്ങൾ നടത്തി. ഇങ്ങനെ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് RJDയുടെയും കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ പിളർത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരോപിക്കുന്നത്. ഏതായാലും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഏതായാലും SIR ഉയർത്തി ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന ഈ ഒരു പ്രചരണമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് തോൽവി മറച്ചുവെക്കാനാണ് എന്നാണ് ഇപ്പോൾ പ്രധാനമായും BJP അടക്കമുള്ള പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനകത്ത് ഇപ്പോൾ ബീഹാർ തോൽവിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം പാർട്ടി ബീഹാറിൽ കാര്യമായ ഗൗരവം കാട്ടിയില്ല. പ്രചരണത്തിനൊക്കെ തന്നെ പാർട്ടി നേതാക്കൾ പോയത് വളരെ വൈകിയാണ്. മാത്രമല്ല അവിടുത്തെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഘടനാപരമായി ഒരുപാട് വിഷയങ്ങൾ ബീഹാറിലുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം കാര്യമായി എന്തെങ്കിലും ഇടപെടൽ നടത്തിയില്ല. അവിടെ താഴെത്തട്ടിൽ പാർട്ടി തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നേതൃപരമായി കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി വരികയാണ്. തുടരെ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തി, വോട്ടർ പട്ടികയെ കുറ്റപ്പെടുത്തി, വോട്ട് ചോരിയൊക്കെ തന്നെ ഉയർത്തി മാത്രം എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെയുള്ള ആശങ്ക മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാകും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവി ഒരു ഇന്ത്യ സഖ്യത്തിനെതിരെയുള്ള ഒരു നീക്കമാക്കി വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കാനൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യ സഖ്യം യോഗം ഇതിനായി ഉടൻ ചേരുമെന്നും ഇന്ത്യ സഖ്യം ഇത് പൊതുവായി വിലയിരുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും കോൺഗ്രസിന്റെ നില എവിടെ നിൽക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്തും തുടരുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്തെങ്കിലും നേരിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.